ഇന്ന് രാവിലെ കേരള ഹൈക്കോടതിയിൽ രാഹുൽ മാങ്കൂട്ടത്തിലിന്റെ ജാമ്യ ഹർജിയുമായി ബന്ധപ്പെട്ട് നടന്ന കാര്യങ്ങൾ ഇങ്ങനെയാണ്. ഞാൻ ബഹുമാന്യനായ അഭിഭാഷകൻ അഡ്വക്കേറ്റ് എസ് രാജീവ് അവറുകളുമായി സംസാരിച്ചിരുന്നു. അതായത് ഇന്ന് അടിയന്തര പ്രാധാന്യത്തോടെ തന്നെ ഈ വിഷയത്തെ എടുക്കണം എന്ന അഭിഭാഷകന്റെ ശുപാർശയിൽ 30 നമ്പറുകൾക്ക് ശേഷമാണ് ഇത് ലിസ്റ്റ് ചെയ്തിരുന്നത്. എന്നാൽ ഇതിൽ DG ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ ഷാജി സാർ നേരിട്ട് ഹാജരായതുകൊണ്ടും ഇതിന്റെ രാഷ്ട്രീയ പ്രാധാന്യം കണക്കിലെടുത്തുമാണ് ഈ കേസ് ആദ്യം തന്നെ എടുക്കാൻ ബഹുമാന്യനായ ജഡ്ജ് ബാബു സാറിന്റെ ബെഞ്ച് തീരുമാനിച്ചത്. അങ്ങനെ ഈ കേസ് എടുത്തപ്പോൾ തന്നെ പ്രതിക്ക് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് എസ് രാജീവ് ഇതിൽ 1-2 പ്രാഥമിക വാദങ്ങൾ മാത്രമാണ് ഇതിൽ ഉന്നയിച്ചത്. പക്ഷെ ആ പ്രാഥമിക വാദങ്ങളൊക്കെ ഫണ്ടമെന്റലായ ചില അവകാശങ്ങളുമായി ബന്ധപ്പെട്ടതാണ്. അതിലൊന്ന്, ഇന്ത്യയെപ്പോലൊരു വികസിത രാജ്യത്ത് ഈ സർക്കാരുകളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആംസായി നിൽക്കുന്ന പോലീസ് സംവിധാനം, ഈ പോലീസ് സംവിധാനത്തിൽ ആരെങ്കിലും ഒരാളെ പ്രതിയാക്കി ഒരു കേസ് കൊടുത്താൽ, അത് ഏത് കേസായാലും ആ പ്രതിയാക്കി കേസ് കൊടുത്ത് അതിന്റെ ഒരു പ്രഥമ വിവര റിപ്പോർട്ട് തയ്യാറായി കഴിഞ്ഞാൽ പിന്നീട് ചെയ്യുക പ്രതിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുക എന്നുള്ളതാണ്. അങ്ങനെ അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ട് കഴിഞ്ഞാൽ പിന്നെ ഒരു 10 ദിവസമോ മറ്റോ കഴിയുമ്പോഴേക്കും ആളിന് ജാമ്യം കൊടുക്കും. പിന്നെ അതിന്റെ വിചാരണയൊക്കെ നടക്കും. അപ്പൊ ഈ 10 ദിവസം യഥാർത്ഥത്തിൽ ഒരാൾ ഈ തെളിവെടുപ്പ് എന്ന് പറയുന്ന ഒരൊറ്റ പേരിനായി ജയിലിൽ കിടക്കുകയാണ്. ആ സ്ഥാനത്ത് ആ പ്രതിയെക്കുറിച്ച് കിട്ടിയ പരാതിയിന്മേലുള്ള തെളിവെടുപ്പുകൾ നടത്തി എല്ലാ രേഖകളും പരിശോധിച്ച് അത് ഉറപ്പാക്കിയ ശേഷം ആ ഉറപ്പാക്കുന്ന പ്രക്രിയയിൽ പ്രതിയാകുന്ന ആളിനെ കൂടി കേട്ട് ആ പ്രതിയാകുന്ന ആളിന് വേണമെങ്കിൽ നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ച്, അതായത് കോണ്ടാക്ട് ചെയ്യരുത്, ഇന്ന ജില്ല വിട്ടു പോകരുത് എന്നൊക്കെ തുടങ്ങിയ നിർദ്ദേശങ്ങളൊക്കെ വെച്ചിട്ട് ഇതിന്റെ അന്വേഷണം അറസ്റ്റ് ചെയ്യാതെ വളരെ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകാം. എന്നാൽ അതിനു പകരം ഇത്രയും രാഷ്ട്രീയ പ്രാധാന്യമുള്ള ഒരു MLA യെ അറസ്റ്റ് ചെയ്ത് ജയിലിലടയ്ക്കുക എന്നുള്ളതാണ് ആദ്യമായി പോലീസ് നടത്തുന്ന ശ്രമം. അതുകൊണ്ട് ഇത് പരിശോധിച്ച് ഇതിനകത്ത് വിശദമായ വാദം പറയാനുണ്ട്. ഇന്ന് തന്നെ വാദം പറയാൻ തയ്യാറാണ്. പക്ഷെ പ്രോസിക്യൂഷന് വാദം പറയാൻ സമയം വേണമെങ്കിൽ ആ സമയം വരെ തന്റെ കക്ഷിയെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതായിരുന്നു ഒരു പ്രധാന പോയിന്റ്. രണ്ടാമത്തെ ഒരു പ്രധാന വാദമായി അദ്ദേഹം മുന്നോട്ട് വെച്ചൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ പ്രതിയുടെ പക്കൽ ഉള്ള വിവരങ്ങൾ ഇതുവരെ ശരിയാവണ്ണം പരിശോധിക്കപ്പെട്ടിട്ടില്ല. ആ പരിശോധിക്കപ്പെടാത്തിടത്തോളം കാലം ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം വളരെ ഗൌരവമുള്ളതായതിനാൽ ഇത്തരമൊരു നടപടിക്ക് മുതിരുന്നത് ഒരിക്കലും നീതിയുക്തമായ കാര്യമല്ല എന്നതായിരുന്നു അതിന്റെ ഏറ്റവും കാതലായ വശം. അത് പരിശോധിക്കാനെടുക്കുന്ന സമയത്തിനകം അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന് മാത്രമല്ല, തന്റെ കക്ഷി ഒളിവിലാണ് എന്ന് പ്രചരണം നടത്തുന്നത് ശരിയല്ല. ഇങ്ങനെ ഒരു FIR ഇട്ടപ്പോൾ സ്വാഭാവികമായി ഹാജരായാൽ അകാരണമായി അദ്ദേഹത്തെ ജയിലിലടയ്ക്കുമെന്നുള്ളതുകൊണ്ട് നിയമസംരക്ഷണത്തിന് വേണ്ടി സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലും എല്ലാം എന്റെ കക്ഷിയുണ്ട്. വേണ്ടി വന്നാൽ നോട്ടീസ് നൽകിയാൽ അതിന്റെ വിവരങ്ങൾ നൽകാൻ ഏത് നിമിഷവും അദ്ദേഹം ഹാജരാകാൻ തയ്യാറാവും. എന്നാൽ അത്തരമൊരു നോട്ടീസ് ഒന്നും നൽകാതെ ഈ നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ നിൽക്കുന്ന സെഷൻസ് കോടതിയിലും ഹൈക്കോടതിയിലുമായി നിൽക്കുന്ന പ്രതിയെ ഒളിവിലാണ് എന്ന് പറയുന്ന ഒരു വ്യാജ പ്രചരണം കൂടി നടത്തിയാണ് ഈ അറസ്റ്റിന് വേണ്ടി മുതിരുന്നത് എന്ന പ്രാഥമിക വാദം തന്നെ കോടതി അംഗീകരിക്കുകയായിരുന്നു. കോടതി അതിന് മറുപടി പറഞ്ഞത്, ഇതൊരു ഗൌരവമായ കാര്യമാണ്, പ്രതി പറയുന്ന ചില വസ്തുതകളിൽ കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ട്, അതിജീവത എന്ന് പറയുന്നതുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെ ഗൌരവമായി പരിശോധിക്കാനുള്ള സംഗതികൾ ചെയ്യുന്നതിന് വേണ്ടി ഡിസംബർ 15ലേക്ക് കേസ് പോസ്റ്റ് ചെയ്യുകയാണ്. അതുവരെ അറസ്റ്റ് ചെയ്യാൻ പാടില്ല എന്ന നിർദ്ദേശമാണ് ഹൈക്കോടതി നൽകിയിരിക്കുന്നത്. ഇതിനിടയിൽ രണ്ടാമത്തെ കേസിൽ തിരുവനന്തപുരം സെഷൻസ് കോടതിയിൽ അദ്ദേഹം മുൻകൂർ ജാമ്യാപേക്ഷയും നൽകിയിട്ടുണ്ട്. ഇനി അവിടെ അതിൽ നിന്ന് ലഭിക്കുമോ എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ. അതും കൂടി ലഭിക്കാതെ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയില്ല. ഇന്ന് പരിഗണിച്ച് അവിടെ ലഭിക്കുകയാണെങ്കിൽ ഇന്ന് തന്നെ അദ്ദേഹത്തിന് പുറത്തു വരാൻ കഴിയും. ഏതായാലും ആ വിഷയത്തിൽ വളരെ കരുതലോടെയാണ് KPCC നിൽക്കുന്നത്. ആരും വലിയ അമിതാഹ്ലാദം പ്രകടിപ്പിക്കരുതെന്നും അത് കേസിന്റെ പ്രക്രിയയാണെന്നും ഒക്കെയാണ് പറയുന്നത്. എന്നാൽ അതിന്റെ അടിയിൽ വരുന്ന ആവേശ കമ്മിറ്റിക്കാർ എഴുതുന്നത്, പലരും പരസ്യ പ്രസ്താവന നടത്തിയപ്പോൾ ഈ നിർദ്ദേശങ്ങളൊന്നും കണ്ടില്ലല്ലോ, ഇപ്പോഴാണോ വന്നത് എന്ന തരത്തിൽ മറു ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. ഏതായാലും കാണാം, കാത്തിരിക്കാം.